അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 കിലോ ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 4 മീഡിയം സൈസുള്ള സവാള, 4 തക്കാളി, 12 പച്ചമുളക്, 45 തൊട്ടിട്ട് 50 ഗ്രാം വരെ വെളുത്തുള്ളി എടുക്കുക, ഒരു 30 ഗ്രാം ഇഞ്ചി. ഞാൻ എൻ്റെ അടുത്ത് 3 തക്കാളി ഉള്ളൂ, അതാണ് ഞാൻ 3 തക്കാളി എടുത്തിട്ടുള്ളത്. 4 തക്കാളി വേണം കേട്ടോ. പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര മല്ലിയിലയും പുതിനയിലയും കൂടി വേണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കിസ്മിസും കാഷ്യും ഒരു വലിയ സവാളയും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം കൂടുതൽ ഈ ഓയിലും കൂടി നമുക്ക് പിന്നെ നമ്മളെ ബിരിയാണിയിൽ വരികയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഭംഗി കൂടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കാഷ്യൂ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് കിസ്മിസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ഞാനിതിൻ്റെ എല്ലാതും കണക്ക് പ്രകാരമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളിതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കാം. നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് സവാള, അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് ക്യാരറ്റും ഒക്കെ ഇതിൽ ചെറുതായി കട്ട് ചെയ്തത്, വളരെ ചെറിയൊരു പീസാണ് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. വേണമെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് അപ്പുറം പോയി വന്നപ്പോഴേക്കും അതിൽ കുറച്ചുള്ളി ഒന്ന് അധികം ബ്രൗൺ കളറായി, അപ്പോൾ അത് ഞാൻ എടുത്ത് കോരിയെടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളത് നമുക്ക് ബിരിയാണിക്ക് ഇടാം. ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ നെയ്യും ഓയിലും നമ്മൾ വീണ്ടും അതിൽ തന്നെയാണ് പിന്നെ വീണ്ടും ചെയ്യണത്, അപ്പോൾ അത് വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ സവാള കട്ട് ചെയ്തത് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായി ഒന്ന് വഴന്ന് വരണം, ഇതാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ്. സവാള നന്നായി വഴന്ന് വരുന്നത്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കൂടാണ്ട് ഞാൻ വേറൊരു ബിരിയാണി ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേറെ വെറൈറ്റി മസാലയൊക്കെ കൊടുത്തിട്ട് അത് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. നമുക്കൊരു ബിരിയാണി തന്നെ കഴിക്കണം, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മസാലൻ്റെ ടേസ്റ്റുള്ള ഒരു ബിരിയാണി കഴിക്കണം തോന്നിയാൽ നിങ്ങളതൊന്ന് എടുത്ത് ചെയ്ത് നോക്കുകൊണ്ടു. അത് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എണ്ണ കുറച്ചൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് അല്ല, ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എണ്ണ വല്ലാതെ ഒഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് കാണാൻ എണ്ണ തെളിഞ്ഞ് വരുന്നത്. ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ, നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇഞ്ചി പിന്നെ ഞാൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, അതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. പച്ചമുളകും ഒന്ന് ചതച്ചതാണ്, അതും ഇട്ട് കൊടുക്കുക. അതൊക്കെ കൂടി ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. എൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റണം കേട്ടോ. ഇതേ അളവിൽ തന്നെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ
നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര മല്ലിയിലയും പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. പകുതി നമുക്ക് ഇതിൽ മസാലയൊക്കെ ഇടാം, ബാക്കിയുള്ളത് നമുക്ക് ബിരിയാണി ദമ്മിടുമ്പോൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം, അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. ഇനി അതിലേക്ക് എടുക്കുന്നത് 1/2 കപ്പ് തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി, പുളി ഇല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കൂടുതൽ എടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്, അപ്പോൾ ഞാനൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളകൊക്കെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനതിൽ അത്യാവശ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചേ കുരുമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഞാൻ എപ്പോഴും ബിരിയാണിയിൽ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മുഴുവൻ ഇട്ട് കൊടുത്തില്ല. കാരണം എനിക്ക് തോന്നി എരി കൂടിപ്പോകുന്നു, അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തില്ല. കുറച്ചവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇനി മസാലയൊക്കെ ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറണ വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാനിതിൽ 1 കിലോ ബീഫ് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരുടെ കുക്കറിൽ എത്രയാണ് വേവണമെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവും. അപ്പോൾ അതിനനുസരിച്ച് ബീഫ് ഒരു 70-80% വരെ വേവിച്ചെടുക്കുക. അത്ര വെന്തിട്ട് പിന്നെ ബാക്കി മസാല കടന്ന് വെന്തോളൂ. അതെല്ലാം നിങ്ങൾക്ക് മുഴുവൻ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തതിൻ്റെ ശേഷം മസാലയ്ക്ക് ഇടാം. ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കൈക്കണക്കാണ് കല്ലുപ്പ്. പിന്നെ നിങ്ങൾ പൊടിപ്പാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യൽ. ഒരുവിധമുള്ള എല്ലാ സാധനങ്ങൾക്കും ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യൽ. മല്ലിയിലയും പുതിനയിലയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ ഞാനൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തതാണ് ബീഫ്. ഞാൻ ബീഫ് ശരിക്കും നല്ലോണം പാകത്തെ വേവായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഈ മസാല കടന്ന് അങ്ങനെ വേവിച്ചെടുക്കണമെങ്കിലും വേവിച്ചെടുക്കാം. പക്ഷെ എൻ്റെ ബീഫ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് മസാല ഇതിലേക്ക് ഇറങ്ങണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടേ ഉള്ളൂ. യോജിപ്പിച്ചതിൻ്റെ ശേഷം ഞാനൊരു 5 മിനിറ്റ് ഇത് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം പാകത്തെ വെള്ളമേ ഉള്ളൂ ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ ബീഫ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കടന്ന് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു 5 മിനിറ്റ്. ഇനി ഞാൻ ഇതിലേക്ക് 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫിർദൗസാണ് അരി വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയ അരി അതാണ് ഫിർദൗസ്. അപ്പോൾ ഞാൻ അതാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2 പട്ടിയും ഒരു ചെറിയ കഷ്ണം പട്ടിയും 2 ഗ്രാമ്പും 2 ഏലക്കയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കല്ലുപ്പാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കലെന്ന്. ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളച്ചതിൻ്റെ ശേഷമാണ് ഞാൻ അരി കഴുകി ഇതിലേക്ക് ഇടുന്നത്. 1 കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്.
എനിക്ക് കിട്ടിയ അരി ഫിർദൗസാണ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ചോറ് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോറ് വെന്തതിൻ്റെ ശേഷം ഒരു നല്ലോണം വേവണ്ട കേട്ടോ, ഒരു പാകത്തെ വേവാകുമ്പോൾ നമുക്കെടുത്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 90% വേവായാൽ മതി. പിന്നെ ഒരു 10% നമ്മൾ ദമ്മിൽ കടന്നിട്ടാണ് പിന്നെ ഈ ചോറിനെ വേവിച്ചെടുക്കുന്നത്. ഞാൻ ഇതിനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഞാനൊരു കൊട്ടയിലേക്ക് ഞാൻ ചോറിന് ഒഴിച്ചു കൊടുത്ത് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇറച്ചി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബീഫ്, അപ്പോൾ അതിലേക്ക് ഞാൻ ചോറിനിട്ട് കൊടുക്കുകയാണ്. ചൂടാറിനതിൻ്റെ മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ചോറിൻ്റെ ചൂടൊക്കെ പോകുമല്ലോ. അപ്പോൾ പിന്നെ ദമ്മ് പെട്ടെന്ന് ഇതിൻ്റെ പാകത്തെ വേവായി വരില്ല. പിന്നെ ഞാനൊരു ഹാഫ് ലെമണ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ലെമൺ ജ്യൂസ് ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് തന്നെ പിഴിഞ്ഞെടുക്കുക. ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാനൊരു ഹാഫ് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നണ ഓരോരുത്തർക്കും ടേസ്റ്റ് ചെയ്യാൻ എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് ഞാൻ ഒരു കുറേശ്ശെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണുള്ളൂ. അതിന് ശേഷം ഞാൻ നെയ്യ് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോഴാണ് ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ എല്ലാ ടേസ്റ്റും എല്ലാ ഭാഗത്തേക്കും വരുള്ളൂ. അപ്പോൾ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം പിന്നെ വീണ്ടും ബാക്കിയുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പിന്നെ അതും ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്യും കിസ്മിസും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഞാൻ ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴയതുപോലെ തന്നെ ഇനി ചോറ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ലെമൺ ജ്യൂസ്, ഗരം മസാല, നെയ്യ് ഒക്കെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത ഉള്ളിയും പിന്നെ മല്ലിയും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യണം ഇതിൻ്റെ മുകളിൽ. അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് ഗാർണിഷ് ചെയ്യണത്. ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ നന്നായി കവർ ചെയ്തെടുത്ത് ഇതിൻ്റെ ശേഷമാണ് ഞാനിതിനെ മൂടി വെക്കണത്. എന്നിട്ട് ഇതിൻ്റെ ഹോള് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്കൊരു പേപ്പർ വെച്ചിട്ട് അടച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആവി അതിലൂടെ പുറത്ത് പോകും. 15 മിനിറ്റ് ഞാൻ ദമ്മിട്ട് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ബിരിയാണി ചെയ്യാൻ തുറക്കണത്. നമ്മൾ ബിരിയാണി ദമ്മിടുന്നത് നമ്മൾ പൊറാട്ട ചപ്പാത്തിയൊക്കെ ചുടുന്ന പാൻ ഉണ്ടല്ലോ, അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ബിരിയാണി ചെമ്പ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 15 മിനിറ്റ് സിമ്മാക്കി വെച്ചിട്ടാണ് ദമ്മിട്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം, ഡയറക്റ്റ് വെക്കരുത് ഗ്യാസ് സ്റ്റൗവിൽ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എത്രയൊക്കെയുള്ള വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ.